മോൻസ് ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. രണ്ടാം സീറ്റ് നിർബന്ധമായും കിട്ടണം എന്ന ആവശ്യമാണ് പാർട്ടി ഉന്നയിച്ചിട്ടുള്ളത്. കിട്ടുകയാണെങ്കിൽ ജോസഫ് സാറിന് തന്നെ പരിഗണിക്കാനാണ്. കാരണം അവിടെ ഒരു വിജയ സാധ്യത കൂടി പരിഗണിക്കാനുള്ളൂ. കൂടാതെ UPA ഏതെങ്കിലും ഘട്ടത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടണമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിജയ സാധ്യത കൂടുതലുള്ളത് ജോസഫ് സാറിനല്ലേ? അല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ UDF ആ വിഷയത്തിൽ സജീവമായ ചർച്ച ഇപ്പോൾ നടക്കുന്നതും ജയസാധ്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിൽ എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം UDF-ലും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസിൽ ചർച്ച ചെയ്തിട്ടില്ല. കേരള കോൺഗ്രസിൽ സീറ്റുകളുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥിയൊക്കെ ചർച്ച വരാൻ പോകുന്നുള്ളൂ. എങ്കിലും കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകൾ കോട്ടയമായാലും ഇടുക്കി ആയാലും അഡീഷണലായി ലഭിക്കുന്ന സീറ്റ് ഉൾപ്പെടെ ആയാലും ജയസാധ്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന നിലയിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് കഴിയുന്ന വിധത്തിൽ ഇപ്പോൾ കെ എം മാണി സാർ തന്നെ നടത്തിയ പ്രതികരണം ഊതിക്കാച്ചിയ നല്ല സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലീഡർഷിപ്പിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം മത്സരിക്കുന്നതും പാർട്ടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ PJ ജോസഫ് സാറ് മത്സരിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പം മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന നേതൃത്വത്തിലുള്ള നേതാവ് എന്ന നിലയിൽ, പാർട്ടി നേതൃത്വത്തിലുള്ള പ്രധാന നേതാവ് എന്ന നിലയിൽ PJ ജോസഫ് സാറ് മത്സരിക്കേണ്ടത് ജയിക്കാൻ ആവശ്യമാണ് എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കേണ്ട വിഷയമാണ്. ഉണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കേണ്ടതാണ്. അതേ ഉള്ളൂ ഇപ്പൊ പറയുന്നത്. ഇടുക്കിയിൽ ജോസഫ് സാറിന് ഒരു സാധ്യതയല്ലേ? അതിനപ്പുറത്തേക്ക് ഒരു കേരള കോൺഗ്രസ് നേതാവ് ഉണ്ടോ? ഇനി ആര് പാർട്ടി ചർച്ച? അതല്ല, നമുക്ക് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോട്ടയം സീറ്റ് എടുത്തതിന് ശേഷമേ ഇടുക്കി സീറ്റിനെ കുറിച്ച് പാർട്ടി ആലോചിക്കുന്നുള്ളൂ. ആ നിലപാട് വ്യക്തമാണ്. അതിലൊരു കൺഫ്യൂഷനും ഇല്ല. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് പാർട്ടി എടുക്കുക എന്നുള്ളത് പാർട്ടിയുടെ എടുക്കുക എന്നുള്ളതും ആ സീറ്റ് കോട്ടയം സീറ്റ് വിട്ടുതരുമെന്നുള്ളതും കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള നിലവിലുള്ള ധാരണയാണ്. അതുകൊണ്ട് കോട്ടയം സീറ്റ് ഉണ്ട് തീർച്ചയായിട്ടും. രണ്ടാമതൊരു സീറ്റ് എന്ന നിലയിലാണ് നമ്മൾ ഇടുക്കി സീറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സ്റ്റാൻഡ് നിൽക്കുന്നത്. ഈ കോട്ടയത്താണെങ്കിൽ ഇനി ഒരു സീറ്റ് എന്നുള്ളത് കാരണം കോൺഗ്രസിന് പരമാവധി ജയിച്ചു കയറണം എന്നുള്ള താല്പര്യം അവരെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ കോട്ടയം സീറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്കാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ തിരിച്ചു തുറന്നു പറയുകയാണ് തങ്ങൾക്കൊപ്പമുള്ളവർക്ക് ലയനത്തിൻ്റെ ഗുണം കിട്ടിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു ഫീല് താങ്കൾക്കുമുണ്ടോ? അല്ല, ഈ കേരള കോൺഗ്രസ് പാർട്ടിയുടെ യോജിപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ ഉള്ള അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളെല്ലാം പാർട്ടിക്കുള്ളിൽ നടത്തേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പൊതു ചർച്ചയിലേക്ക് ഇനി വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പം രാജ്യസഭാ സീറ്റ് വന്നു. രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ലോക്സഭാ അംഗമായിരുന്ന കോട്ടയം MP എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് വരണം എന്ന ധാരണ പാർട്ടിക്കുള്ളിൽ മോൻസ് ജോസഫ്, കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രണ്ടാം സീറ്റുമായി ബന്ധപ്പെട്ട ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുമെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു വെക്കുന്നു.